Hi friends, ഇതുവരെയുള്ള എല്ലാ ദോശ റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. നമ്മൾ മലയാളീസ് എല്ലാവരും തട്ടുകട പ്രേമികളാണ്. തട്ടുകടയിലെ ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് നമുക്കിന്ന് തട്ടുകട ദോശയും ചട്നിയും സാമ്പാറും ഉണ്ടാക്കിയാലോ. തട്ടുകടയിൽ അത്രയൊന്നും ആകൂല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വീടുകളിൽ തന്നെ തട്ടുകട ദോശ, ചട്നി, സാമ്പാർ ഉണ്ടാക്കാം. ഞാനിവിടെ ദോശമാവ് റെഡിയാക്കാനായിട്ട് ഈ ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് അളവിന് പാകമായി 1 ഗ്ലാസ് ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് 5-6 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പച്ചരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്, ദോശ എടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരാനായിട്ട്. നമ്മുടെ അരി ഉഴുന്നുമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവും. അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കൂൾ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മാവ് ഇഡ്ഡലി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് അവൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് വരും. അതുപോലെ തന്നെ നമ്മൾ ദോശ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ റൗണ്ടായിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കുക. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, അല്ലെങ്കിൽ 8-9 മണിക്കൂർ. 1 നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമുക്കിനി ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പൊട്ടറ്റോ, തക്കാളി, മുരിങ്ങക്കോല്, 1/2 ക്യാരറ്റ്, കറിവേപ്പില ഇത്ര അരിഞ്ഞതിന് ശേഷം ഞാനൊരു കടായി വെച്ചതിന് ശേഷം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യുക. അതിന് ശേഷം 2 പച്ചമുളക്, പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൂഗ് ദാളാണ്. മൂഗ് ദാൾ നമുക്ക് സാമ്പാറിന് വലിയ കട്ടി വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ മൂഗ് ദാൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹിങ്, പിന്നെ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് വേവുന്നോളം വരെ അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. ആദ്യം ഓയിൽ, കടുക്, കറിവേപ്പില എല്ലാം കടുക് വറുത്തിട്ട് നമുക്ക് സാമ്പാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയ്ക്ക് ആവശ്യമായ ചട്നി റെഡിയാക്കാം. തട്ടുകടയിലെ പോലെ നല്ല ലൂസ് ചട്നി. ആവശ്യമായ സാധനങ്ങൾ: തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, 1 സവാള, കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പാകത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രൈൻഡ് ചെയ്യുക. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി റെഡിയായി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതേസമയം നമുക്ക് വേറൊരു പാത്രത്തിൽ ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചമ്മന്തിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് അടുത്തതായി ചമ്മന്തിക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് അതൊരു പാൻ വയ്ക്കുക. ഓയിൽ ചൂടായതിന് ശേഷം കടുക്, കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചമ്മന്തിയിലോട്ട് മാറ്റാം. നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. തട്ടുദോശ ആയതുകൊണ്ട് ഞാൻ നല്ല കട്ടിക്കാണ് ദോശ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് തിൻ ദോശയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും എടുക്കാം. എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ തട്ടുകട സ്റ്റൈൽ ദോശ, ചട്നി, സാമ്പാർ റെഡി.